സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോസാണ് എടുക്കുന്നത് കേട്ടോ. ആൻഡമാൻ നിക്കോബാറിൽ മീൻ പിടുത്തമാണ്. അപ്പോൾ നമുക്ക് കാണാം. ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു, അപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. നമുക്ക് മീൻ പിടിക്കുന്നത് കാണാം, എങ്ങനെയാണ് മീൻ പിടിക്കണതെന്ന്. ഇവിടെ ഉച്ചയ്ക്ക് 2-3 മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിലവിൽ ഇതിനകത്ത് ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തൊരു കാഴ്ച കേട്ടോ ഇവിടെ ഉള്ളത്. സാധാരണ നമ്മുടെ നാട്ടിൽ ആണുങ്ങളായിരിക്കും ചൂണ്ടിയിടാൻ പോവുക. ഇവിടെ പെണ്ണുങ്ങൾ ചൂണ്ടിയിടും. അത് നല്ലൊരു സ്ഥലങ്ങളൊന്നുമില്ല. ഇത് കാണുന്ന മുകളിൽ കാണുന്നത് മെയിൻ റോഡാണ്, അതായത് NH പോലത്തെ ഒരു റോഡ്. അതിൻ്റെ താഴെയുള്ള ചാലിൽ ഇരുന്നിട്ട് മീൻ പിടിക്കുക. ഈ ചാലിൽ വെള്ളമൊക്കെ മഴ പെയ്തിട്ട് നിറഞ്ഞതാണ് കേട്ടോ. ഞാൻ ക്യാമറയും കൊണ്ട് ഇരിക്കണ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിരുന്നു കേട്ടോ. നമുക്ക് അപ്പോൾ അത് കാണാം. ബായി വന്നിട്ടുണ്ട്. ബായി നാം ക്യാ ഹൈ? അജയ്. അജയ് इधर ही लोकल? हाँ लोकल है. आंटी जी का नाम? लक्की. पूरी लक्की. ലക്കി എന്നാണ് തോന്നുന്നു ആളുടെ പേര് പറഞ്ഞത്. ഇനിയിപ്പോൾ പേരെങ്ങാനും മാറി പറഞ്ഞതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് പെട്ടെന്ന്. നല്ല പ്രായമുള്ള ഒരു അമ്മിച്ചാണ് കേട്ടോ. എന്നാലും ഞാൻ ആൻറ്റി എന്നാണ് വിളിക്കണേ. പുള്ളിക്കാരത്തിക്ക് ഒരു സന്തോഷമാണെങ്കിൽ സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇവർ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് നല്ലോണം മീൻ പിടിക്കും കേട്ടോ. ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ നല്ലോണം മീൻ കിട്ടിയാന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ആദ്യം ഇവർ ഹിന്ദിയാണ് സംസാരിക്കണതെന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ ഹിന്ദിക്കാരല്ല, ഇവർ ബംഗാളികളാണ്. ഇവരുടെ ഭാഷ വെസ്റ്റ് ബംഗാൾ ഭാഷയാണ്, ബംഗാളി ഭാഷയാണ് കേട്ടോ ഇവരുടെ ഭാഷ. ചെറിയ മീന നോക്കാതെ ഇതേപോലെ പ്രായ അമ്മച്ചിമാർ അല്ലെങ്കിൽ സ്ത്രീകൾ ആരും മീൻ പിടിക്കണം ഞാൻ കണ്ടിട്ടേ ഇല്ല, പ്രത്യേകിച്ച് ചൂണ്ടയിടുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കണതൊക്കെ കുറച്ചിലാണെന്ന് വിചാരിക്കുന്നവരൊക്കെ ഇതൊക്കെ വന്ന് കാണുക കേട്ടോ. ഈ പാലത്തിന്റെ അടിയിൽ വേറൊരാളും കൂടി ഇരിക്കുന്നുണ്ട്. അതും ഒരു ചേച്ചി തന്നെയാട്ടോ. ഇവിടെ കുറേ നേരം ചൂണ്ടിയിട്ടിട്ട് ഒന്നും കൊത്തണില്ല കേട്ടോ. അപ്പം നേരെ ഓപ്പോസിറ്റ് പോയിട്ട് മീൻ പിടിക്കാൻ തുടങ്ങി. അടുത്തത് എല്ലാവിടെയും പോയിട്ട് മീൻ പിടിക്കുക. സകല സ്ഥലത്ത് നിന്ന് മീൻ കിട്ടുമെന്ന് നോക്കണ്ടിട്ട് ഇവർ എന്തായാലും ട്രൈ ചെയ്യാണ്ടിരിക്കണില്ല. അങ്ങനെ ഞാൻ ചൂണ്ട കൈമാറി മേടിച്ചു. ചേച്ചിയുടെ അടുത്ത് ക്യാമറയും കൊടുത്തിട്ട് ക്യാമറ മുറുക്കെ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചൂണ്ട. എനിക്ക് പണ്ടേ ചൂണ്ടിയിടുന്നത് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ അതിന് മറത്തൊന്നും പറഞ്ഞില്ല. നേരെ മേടിച്ച് നേരെ പോയി ചൂണ്ടിയിട്ടു. എന്നെ നാണം കെടുത്തിരുത്ത് മീനെ എന്ന് പറഞ്ഞ് ഞാനിരുന്ന് പ്രാർത്ഥിക്കണ്ടായി. ആൻഡമാനിൽ വന്നിട്ട് എനിക്ക് ഒരു മീനെങ്കിലും ചൂണ്ടിയിട്ട് പിടിക്കണം എന്നുള്ള ആഗ്രഹം, അത് എന്തായാലും നടന്നില്ല. ഞാൻ ചൂണ്ടയിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും ഇര തീർന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇരേനെടുക്കാൻ വേണ്ടി ആ ചേച്ചി എടുത്ത് പോയി. ചേച്ചി എനിക്ക് കുറച്ച് ചെമ്മീനൊക്കെ എടുത്തു തന്നു. ആ ചെമ്മീൻ കൊണ്ടാണ് ഇപ്പോൾ അടുത്ത ചൂണ്ടിയിടാൻ പോകുന്നത്. ചെമ്മീൻ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് ഒരു കയ്യിൽ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ചെമ്മീൻ എനിക്ക് എടുത്ത് തരാട്ടോ ഇപ്പോൾ കാണുന്നത്. ഈ ചേച്ചി ചൂണ്ടിയിടാൻ പോകുന്നതൊക്കെ ഒരു വീഡിയോ എടുത്തിരുന്നെങ്കിൽ ചേച്ചിക്ക് പണ്ടേ ഹിറ്റാവായിരുന്നു യൂട്യൂബിൽ. എരേനെ പിടിച്ച് നിലത്തിട്ടിട്ട് അതിൻ്റെ കാലും തലയും കളഞ്ഞിട്ട് എനിക്ക് കുറക്കേണ്ട വിധവും പറഞ്ഞു തന്നു എങ്ങനെയാണ് കോർക്കേണ്ടതെന്ന്. അങ്ങനെ ഞാൻ എരയൊക്കെ കോർത്ത് സംഭവം സെറ്റാക്കിയിട്ട് പിന്നെയും ചൂണ്ടിയിടാൻ പോയി. ഇവർ കുത്തിയിരിക്കണോ എനിക്ക് കുത്തിയിരിക്കാൻ പറ്റണില്ല കേട്ടോ. പണ്ട് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് പഠിച്ചിട്ട് ഇപ്പോൾ എനിക്ക് നിലത്ത് കുത്തിയിരിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ കുറേ ചൂണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. ഒരു മീൻ പോലും കൊത്താൻ കിട്ടണില്ല. ലാസ്റ്റ് ഞാൻ അടിയറ വെച്ച് ഞാൻ ചേച്ചിക്ക് തന്നെ ചൂണ്ട കൊടുത്തു. ഇനി ചേച്ചി പിടിച്ചോന്ന് പറഞ്ഞിട്ട്. നമ്മള് മീൻ പിടിച്ച് छोटी छोटी मछली, ये मछली देखो कितना कितना ഇത്ര വലിയ മീൻ കിട്ടിയിട്ടാ. ചെറുതൊന്നല്ല, നമുക്ക് ഇപ്പൊ കിട്ടിയത് വളരെ ചെറുതാ, പക്ഷെ ഇത് ഭയങ്കര വലുതാ. ഇതിന് നോക്കി നാം മछली കുക്കറി. ഓ, ഇത് നമ്മുടെ നാട്ടിലെ പരലിനെ പോലെ ഉണ്ട്. നമ്മുടെ പരലിന്റെ പോലുള്ള മീനാ. സത്യം പറഞ്ഞപ്പോൾ ലാസ്റ്റ് പറഞ്ഞ എന്താണെന്ന് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. അപ്പം നമ്മൾ കാണുന്നത് ചൂണ്ടയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെമ്മീൻ. ഇത് ജീവനുള്ള ചെമ്മീനാണോ ഉപയോഗിക്കണത്. അങ്ങനെ ഇപ്പം പിടിച്ച കുഞ്ഞ മീനെയും ആ ചെമ്മീനൊക്കെ ഞാൻ മാറ്റി ബാഗിനകത്തേക്ക് ഇട്ടിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ചെറുപ്പത്തിൽ മീൻ പിടിക്കാൻ പോയിട്ട് വരുമ്പോൾ എൻ്റെ മമ്മി എന്നെ തല്ലാൻ ഓടിക്കണതാണ് കേട്ടോ. ഇത്തിരി കഴിഞ്ഞപ്പോഴും പാലത്തിൻ്റെ അടുത്തിരുന്ന ചേച്ചി വന്ന് ജോയിൻ ചെയ്തു കേട്ടോ. ഇപ്പോൾ ടീമായിട്ടാണ് മീൻ പിടിച്ചോണ്ടിരിക്കണേ. ഇതിൽ നിർത്തും തോന്നുന്നില്ല കേട്ടോ. ഇവരുടെ ജോലി തന്നെ ഈ മീൻ പിടുത്തത്. വൈകുന്നേരം കഴിഞ്ഞാൽ അവർ മീൻ പിടിക്കാനായിട്ട് വരും. കണ്ടില്ലേ നമ്മൾ
രണ്ടാഴ്ച അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നത്. അത്യാവശ്യം വലിയ മീനൊക്കെ കിട്ടുന്നു കേട്ടോ. ചെറിയ എന്തായാലും ഒരു നേരത്തെ കറക്കുള്ള മീനല്ല, അതിൽ കൂടുതൽ മീൻ ഇവർക്ക് എന്തായാലും ഒരു ദിവസം വന്നാൽ കിട്ടും. ഇതാണ് ഇവിടുത്തെ ഒരു ലോക്കൽ മീൻ പിടുത്തം കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം.